വർഷങ്ങൾ പലതു കഴിഞ്ഞു. ലോകനാഥനായ ശ്രീകൃഷ്ണൻ തന്റെ പ്രിയ പത്നി രുക്മിണി ദേവിയോടൊപ്പം ഐശ്വര്യത്തിന്റെയും ഭക്തിയുടെയും നഗരമായ ദ്വാരകയിൽ സുഖമായി വാഴുകയായിരുന്നു. അവരുടെ സ്നേഹബന്ധം ആഴമേറിയതും അളവറ്റതുമായിരുന്നു. ഒരു ദിവസം ഭഗവാനും ദേവിയും ചേർന്ന് ഒരു വലിയ തീരുമാനമെടുത്തു. ദുർവാസാവ് മഹർഷിയെ കൊട്ടാരത്തിലേക്ക് സദ്യയ്ക്കായി ക്ഷണിക്കുക. അസാധാരണമായ കോപത്തിനും എന്നാൽ അഗാധമായ തപസ്സിനും പേരുകേട്ട മഹർഷിയായിരുന്നു അദ്ദേഹം. ദുർവാസാവ് മഹർഷി വന്നാൽ അത് ദ്വാരകയുടെ ഭാഗ്യമായിരിക്കുമെന്ന് അവർ വിശ്വസിച്ചു. കൃഷ്ണന്റെ ക്ഷണം സ്വീകരിച്ച് മഹർഷി ദ്വാരകയിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം ഒരു വിചിത്രമായ നിബന്ധന വെച്ചു. ഞാൻ നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാം, എന്നാൽ എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്ന രഥം കുതിരകളെ ഒഴിവാക്കി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വലിക്കണം. നിങ്ങളുടെ എളിമയും ഭക്തിയും സേവന സന്നദ്ധയും എനിക്ക് നേരിട്ട് കാണണം. ഭഗവാൻ ശ്രീകൃഷ്ണനും ദേവി രുക്മിണിയും സന്തോഷത്തോടെ അത് സമ്മതിച്ചു. ലോകത്തിന് മാതൃകയാകേണ്ട തങ്ങൾ അതിഥിയോടുള്ള ആദരവിൽ ഒരു കുറവും വരുത്തരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. കൃഷ്ണനും രുക്മിണി ദേവിയും തങ്ങളുടെ രാജകീയ വേഷത്തിൽ വിനയത്തിന്റെ പ്രതീകമായി രഥം വലിക്കാൻ തയ്യാറായി നിന്നു. ദുർവാസാവ് മഹർഷിയെ രഥത്തിലിരുത്തി അവർ യാത്ര തുടർന്നു. കത്തുന്ന വെയിലിൽ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ ഭഗവാനും ദേവിയും ചേർന്ന് രഥം വലിച്ചു നീക്കി. രാജകീയ സുഖങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന രുക്മിണി ദേവിക്ക് യാത്ര കഠിനമായി തോന്നി. അവർ കഠിനമായ ക്ഷീണത്താൽ തളർന്നു, തൊണ്ട വരണ്ടു. ദാഹം സഹിക്കാനാവാതെ വന്നപ്പോൾ ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, പ്രഭോ, എനിക്ക് ദാഹം സഹിക്കാൻ കഴിയുന്നില്ല. ഒരിറ്റ് ജലം കിട്ടിയിരുന്നെങ്കിൽ. ഭാര്യയുടെ ദുരിതം കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് രഥം നിർത്തി. ലോകനാഥനായ തന്റെ തൃക്കാൽ ഭൂമിയിൽ ശക്തിയായി അമർത്തി ചവിട്ടി. അത്ഭുതം! ഉടൻ തന്നെ അവിടെ നിന്ന് തെളിഞ്ഞ പവിത്രമായ ഗംഗാജലം ഒരു നീരുറവയായി കുതിച്ചൊഴുകി. ദാഹം കൊണ്ട് വലഞ്ഞ രുക്മിണി ദേവിക്ക് ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ക്ഷീണത്തിൽ അവർ വിവേകം മറന്നു. ഉടൻ തന്നെ ആ നീരുറവയിലെ ജലം കുടിച്ച് ദാഹം അകറ്റി. എന്നാൽ നിർഭാഗ്യവശാൽ അവർ ഒരു വലിയ കാര്യം മറന്നുപോയെന്നു. രഥത്തിലിരിക്കുന്ന താങ്കളെ അനുഗ്രഹിക്കാൻ വന്ന ദുർവാസാവ് മഹർഷിക്ക് ജലം നൽകാനോ അദ്ദേഹത്തിന്റെ അനുവാദം തേടാനോ ദേവിക്ക് കഴിഞ്ഞിരുന്നില്ല. മര്യാദയുടെ ഈ ലംഘനം ദുർവാസാവ് മഹർഷിക്ക് കടുത്ത കോപത്തിന് കാരണമായി. ആചാരങ്ങളെയും ആതിഥ്യ മര്യാദകളെയും തെറ്റിക്കാൻ ലോക മാതാപിതാക്കൾക്ക് പോലും അവകാശമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഉഗ്ര ശബ്ദം അവിടെ മുഴങ്ങി. നീ ചെയ്തത് ഗുരുതരമായ തെറ്റാണ് രുക്മിണി. എന്റെ അനുവാദമില്ലാതെ ജലം പാനം ചെയ്തതിലൂടെ നീ അതിഥി മര്യാദ ലംഘിച്ചിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷയായി നിനക്ക് നിന്റെ ഭർത്താവിൽ നിന്ന് ദീർഘകാലത്തേക്ക് വേർപെട്ടിരിക്കേണ്ടി വരും. ദുർവാസാവ് മഹർഷിയുടെ ശാപം ഉടൻ തന്നെ ഫലിച്ചു. ദുഃഖിതയായ രുക്മിണി ദേവി ഭർത്താവിൽ നിന്നകന്ന് അവർ ദാഹം തീർത്ത ആ സ്ഥലത്തിനടുത്ത് തന്നെ താമസിക്കേണ്ടി വന്നു. ഈ ശാപം കാരണമാണ് ഇന്നും ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രധാന ക്ഷേത്രമായ ദ്വാരകാധീശ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയായി രുക്മിണി ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ദേവി ദാഹമകറ്റാൻ ജലം കുടിച്ച ആ സ്ഥലം ഇന്ന് ഭക്തർക്ക് പുണ്യതീർത്ഥമായ രുക്മിണികുണ്ട് എന്നറിയപ്പെടുന്നു. ഈ വളരെ മനോഹരമായ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭക്തിയും സ്നേഹവും ഒരു വ്യക്തിക്ക് എത്ര വലുതാണെങ്കിൽ പോലും അതിഥികളോടും ഗുരുക്കന്മാരോടും മുതിർന്നവരോടും പാലിക്കേണ്ട വിനയത്തിന്റെയും മര്യാദയുടെയും പ്രാധാന്യം അതിലും വലുതാണ്. ഈശ്വരന്മാർക്ക് പോലും ധർമ്മം ലംഘിച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രുക്മിണി ദേവിയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.